ഓക്കെ, വെൽക്കം ബാക്ക്. കൂളംസ് ലോ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിൻ്റ് ചാർജുകൾ വിചാരിക്കാം. പോയിൻ്റ് ചാർജസ് വിചാരിക്കാം. എന്താണ് പോയിൻ്റ് ചാർജ്? പോയിൻ്റ് ചാർജസ് കൂളംസ് ലോ ഈസ് അപ്ലിക്കബിൾ ഫോർ പോയിൻ്റ് ചാർജസ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ഓൺലി ഫോർ പോയിൻ്റ് ചാർജ്. പോയിൻ്റ് ചാർജിൻ്റെ കേസിലാണ് കൂളംസ് ലോ അപ്ലൈ ചെയ്യുക. എന്താണ് പോയിൻ്റ് ചാർജ്? പോയിൻ്റ് ചാർജ് എന്ന് പറയുമ്പം ഇതിൻ്റെ ചാർജിൻ്റെ ഡയമെൻഷൻ, അതായത് ഇതിൻ്റെ ഡയമെൻഷൻ ഒബ്ജക്റ്റ് അതിൻ്റെ ചാർജിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് സംഭവം വളരെ ചെറുതായിരിക്കണം. ചാർജിൻ്റെ ഡയമെൻഷൻ വളരെ ചെറുതായിരിക്കണം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ദ ഡയമെൻഷൻ ഓഫ് ചാർജ് ഈസ് വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ചാർജിനെ നമുക്ക് പോയിൻ്റ് ചാർജസ് എന്ന് വിളിക്കാം. അപ്പോൾ ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് ആറാന്ന് വിചാരിച്ചോളൂ. പിന്നെ ഈ രണ്ട് ചാർജ് ഇവരുള്ളത് ഫ്രീ സ്പേസിലാണ്. ഫ്രീ സ്പേസ് എന്ന് പറയുമ്പോൾ വാക്വത്തിലാണ് ഈ രണ്ട് ചാർജുകൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാർജുകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലേ? രണ്ടും പോസിറ്റീവ് ചാർജ്, രണ്ടും പോസിറ്റീവ് ആണ്, റിപ്പൽഷൻ ഉണ്ടാവും. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ഷൻ ഉണ്ടാവും. എനിവേ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ നമ്മൾ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള, അപ്പോൾ ഇവിടെ ഞാൻ ഫ്രീ സ്പേസ് ആണെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഫോഴ്സും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള മീഡിയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ പറയുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൂളംസ് ലോ അപ്ലൈ ചെയ്യുന്നത് പോയിൻ്റ് ചാർജിൻ്റെ കേസിലാണ്. പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ആ ഫോഴ്സിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. എന്ന് പറഞ്ഞാൽ Q1 × Q2. പിന്നെ ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കൂളംസ് ലോ പറയുന്നത്. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അങ്ങനെ ഇത് രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്താൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2/r² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എഫ് ഈക്വൽ ടു എഴുതുമ്പം നമ്മളിവിടെ ഒരു കോൺസ്റ്റൻ്റ് ചേർക്കും, K Q1 Q2/r². ഓക്കെ, ഇവിടെയുള്ള കോൺസ്റ്റൻ്റ് K ഈക്വൽ ടു 1/4πε0 എന്നാണ്. അപ്സിലോൺ സീറോ 1/4πε0. ഓക്കെ, എന്നാണ് K. ഇതിൽ അപ്സിലോൺ സീറോ. അപ്പോൾ ഫോഴ്സ് എന്തായി മാറി? ഫോഴ്സ് ഈക്വൽ K എന്ന് പറയുമ്പം 1/4πε0 Q1 Q2/r² എന്ന് കിട്ടി. F = 1/4πε0 Q1 Q2/r². അപ്പോൾ ഇതിലൊരു ടേം അപ്സിലോൺ സീറോ അല്ലേ? അപ്സിലോൺ സീറോൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെ വാക്വം. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വം. അപ്സിലോൺ സീറോ കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഈ സംഭവം, ഈ കോൺസ്റ്റൻ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇവിടെ ഏത് സ്ഥലമാണോ ഉള്ളത് അതിനെയാണ്. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള മീഡിയം മാറുന്നതിനനുസരിച്ച്, മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ചേഞ്ച് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പെർമിറ്റിവിറ്റി ഓഫ് അപ്സിലോൺ. ഇവിടെ ഇപ്പോൾ ഫ്രീ സ്പേസ് ആയതുകൊണ്ട് ഇതിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ്. ഇപ്പോൾ ഫ്രീ സ്പേസ് അല്ല എന്ന് വിചാരിക്കും. ഇവിടെയുള്ള മീഡിയം ഫ്രീ സ്പേസ് അല്ല, പകരം ഇവിടെയുള്ള മീഡിയം ഇപ്പോൾ വാട്ടർ ആണെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള മീഡിയം, അപ്പോൾ ചാർജ് ഉള്ളത് വാട്ടർ മീഡിയത്തിലാണുള്ളത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഇതല്ല.
അതാ പറഞ്ഞ മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ ചാർജുകൾ തമ്മിലുള്ള റിപ്പൽഷനോ അട്രാക്ഷനോ എന്തോ ആട്ടെ, ഈ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഇതല്ല, നേരത്തെ ഫ്രീ സ്പേസിലായിരുന്നു. ഫ്രീ സ്പേസിലാകുന്ന സമയത്ത് ഇതായിരുന്നു ഫോഴ്സ്. ഇപ്പോൾ ഇവർ വാട്ടറിലാണുള്ളത്, ഈ ചാർജ് വാട്ടറിലാണുള്ളത്. ഇവിടെയുള്ള മീഡിയം വാട്ടറാണ്. അപ്പോൾ ഫോഴ്സ്, ഇപ്പോൾ ഉള്ള ഫോഴ്സിനെ ഞാൻ എഫ് ഡാഷ് എടുത്ത് എഫ് ഡാഷ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എഴുതുമ്പോൾ 1/4π ε0 എന്ന് എഴുതരുത്. ഇപ്പം നിങ്ങൾ അപ്സിലോൺ എന്ന് എഴുതുക. അപ്സിലോൺ Q1 Q2/r². അപ്സിലോൺ Q. അപ്പോൾ ഇപ്പോൾ ഇവിടെ അപ്സിലോൺ 0 ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്സിലോൺ 0 എന്ന് എഴുതുക. ഇപ്പോൾ ഇവിടെ വാട്ടർ ആണുള്ളത്, അപ്പോൾ നിങ്ങൾ അപ്സിലോൺ എന്ന് എഴുതുക. അപ്പോൾ അപ്സിലോണിൻ്റെ പേരെന്താണ്? ഞാൻ പറഞ്ഞത് ഈ ടേം ഡിനോട്ട് ചെയ്യുന്നത് അവിടെയുള്ള മീഡിയത്തിനാണ്. അപ്പോൾ അപ്സിലോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ അപ്സിലോണ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയും. സോ അപ്സിലോൺ ഈസ് കോൾഡ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ. ഇത് ഇവിടെ ഇപ്പം വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിലോ, ഇപ്പോൾ പേപ്പർ വിചാരിക്കും, പേപ്പർ അല്ലെ വാക്സ്, അങ്ങനെയുള്ള മീഡിയം വിചാരിക്കും. അപ്പോൾ അപ്സിലോൺ എന്ന് പറയുമ്പോൾ വാക്സ് ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്സ്. അപ്പോൾ എന്ത് മീഡിയം ആണോ ഉള്ളത് അത് വെച്ചുകൊണ്ടാണ് ഈ പേര് കൊടുക്കുക. പെർമിറ്റിവിറ്റി ഓഫ്, ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ ഇതിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ. ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്സിലോൺ 0 എന്ന് കൊടുക്കുക, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, ഇപ്പോൾ അപ്സിലോൺ എന്ന് പറയുമ്പോൾ അപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതെന്ന് വെച്ചാൽ 80 അപ്സിലോൺ 0. പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 80 അപ്സിലോൺ 0. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4π × 80 അപ്സിലോൺ 0 Q1 Q2/r² ആയില്ലേ. അപ്പോൾ ഫോഴ്സ് ഇപ്പോൾ എന്തായി? 1/4π അപ്സിലോൺ 0 Q1 Q2/r². നേരത്തെ 1/4π അപ്സിലോൺ 0 Q1 Q2/r². അതാണ് നേരത്തെ ഫോഴ്സ് എന്ന് വെച്ചാൽ വാക്വത്തിലുള്ള ഫോഴ്സ്, അല്ലെ, വാക്വത്തിൽ വെച്ചാലുള്ള ഫോഴ്സ്. ആ ഫോഴ്സ് ബൈ ഡിനോമിനേറ്ററിലൊരു 80 ഉണ്ട്. അപ്പോൾ ഫോഴ്സ് എന്തായി? ഫോഴ്സ് നേരത്തെയുള്ള ഫോഴ്സ് ബൈ 80 ആയി. എന്ന് പറഞ്ഞാൽ 1/80 ആയി. 1/80 ആയിട്ട് കുറഞ്ഞു, ഫോഴ്സ് കുറഞ്ഞു. എന്ന് വെച്ചാൽ അവിടെ ആ മീഡിയം വരുന്ന ഫ്രീ സ്പേസിൽ നിന്ന് മാറിയിട്ട് വാട്ടർ വരുന്ന സമയത്ത്, മീഡിയം വാട്ടർ ആകുന്ന സമയത്ത് ഫോഴ്സ് ഫ്രീ സ്പേസിലുണ്ടായിരുന്ന ഫോഴ്സ് ബൈ 80 ആയി മാറി. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഈ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെയുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടറാണ് ശരിക്കും പെർമിറ്റിവിറ്റി. ഇപ്പോൾ ഫ്രീ സ്പേസ് ആണെങ്കിൽ നിങ്ങൾ അപ്സിലോൺ 0 എന്ന് കൊടുക്കുക, അപ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. വേറെ ഏതെങ്കിലും മീഡിയം ആണ് അവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ അപ്സിലോൺ എന്ന് കൊടുക്കുക, അപ്സിലോൺ. അപ്പോൾ അതിൻ്റെ അപ്സിലോണിൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ദാറ്റ് മീഡിയം. ഏത് മീഡിയം ആണ് ഉള്ളത് ആ മീഡിയത്തിന്. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ അത് മീഡിയം മാറുന്നതിനനുസരിച്ച് ഈ അപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മാറും. വാട്ടർ ആണെങ്കിൽ മാത്രമാണ് അപ്സിലോൺ എന്ന് വെച്ചാൽ, വാട്ടർ ആണെങ്കിൽ അപ്സിലോൺ എന്ന് പറഞ്ഞാൽ 80 അപ്സിലോൺ 0. വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച് മാറും. ഇത് മാറുന്നതിനനുസരിച്ച് ഫോഴ്സും മാറും. അപ്പോൾ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. മീഡിയം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇത് ചേഞ്ച് ചെയ്യുക. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഓരോ മീഡിയത്തിനും ഓരോന്നാണ്. വാട്ടറിൻ്റെ കേസിൽ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് മീഡിയം ചേഞ്ച് ചെയ്തതിനനുസരിച്ച്, അവിടെയുള്ള മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം അവിടെ കേട്ടോ, നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോഴ്സ് ഇക്വേഷൻ 1/4π അപ്സിലോൺ 0 Q1 Q2/r² ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കുളംസിലും അപ്ലൈ ചെയ്യുക പോയിന്റ് ചാർജിൻ്റെ കേസിലാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഫോഴ്സ് മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഓക്കെ, പിന്നെ ഒറ്റൊരു പോയിന്റ് കൂടി. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചില്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസുകൾ തമ്മിൽ ഒരിക്കലും റിപ്പൽഷൻ ഉണ്ടാവില്ല, ഇവർ അട്രാക്ഷനാണ് എപ്പോഴും, അല്ലേ? മാസുകൾ തമ്മിലുള്ള ഫോഴ്സ്, അല്ലേ, പഠിച്ചില്ലേ? ഫോഴ്സ് ഈക്വൽ Gm1 m2/r² പഠിച്ചില്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചില്ലേ? ഇത് ഇപ്പം നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഈ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. റിപ്പൽഷൻ എന്ന് പറയുന്ന സംഭവമില്ല. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് റിപ്പൽഷൻ ആവാം, അട്രാക്ഷൻ ആവാം. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്ഷൻ, പോസിറ്റീവ് ആണ് റിപ്പൽഷൻ. അപ്പോൾ ഇറ്റ് മേ ബി റിപ്പൽസീവ് ഓർ അട്രാക്റ്റീവ്. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും അട്രാക്റ്റീവാണ്. മാസുകൾ തമ്മിൽ ഓൾവേസ് അട്രാക്റ്റീവാണ്, അല്ലേ? ഇനി ഇതിൽ ഈ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവിടെയുള്ള മീഡിയം, ഇവിടെ എന്തെങ്കിലും ഒരു മീഡിയം വിചാരിക്കും, മീഡിയം ചേഞ്ച് ചെയ്താലും
മീഡിയം എന്ത് മീഡിയം ആദ്യം നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ എയർ ആണെന്ന് വിചാരിച്ചോ, എയർ മാറിയിട്ട് ഇവിടെ വാട്ടറായി, നേരത്തെ ഫോഴ്സ് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഫോഴ്സ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് ചേഞ്ച് ആവില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇവിടെയുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മീഡിയം. ഓക്കെ, കാരണം ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെയുള്ള മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഈ സംഭവം പെർമിറ്റിവിറ്റി ചേഞ്ച് ചെയ്യും. ഓരോ മീഡിയം വരുന്നതിനനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് ചെയ്യും. അതിനനുസരിച്ച് ഫോഴ്സും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഫ്രീ സ്പേസ് ആണെങ്കിൽ ഇതിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇവിടെയുള്ള സ്പേസ് ഫ്രീ സ്പേസ് ആണ്, വാക്വം ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഫോഴ്സ്. ഓക്കെ, ഇനി ഇതിൽ അപ്സിലോൺ സീറോൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ആണ്. അപ്സിലോൺ സീറോ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12. അപ്സിലോൺ സീറോൻ്റെ യൂണിറ്റ് എന്ത് വരും മക്കളെ? ഇക്വേഷൻ നോക്കിയാൽ പോരെ. യൂണിറ്റ് എന്താ വരിക? ഒരു കാര്യം ചെയ്യൂ, അപ്സിലോൺ സീറോ ലെഫ്റ്റിലേക്ക് എടുക്കും, ഫോഴ്സ് റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ ഫോഴ്സ് ഇവിടത്തേക്ക് പോയാൽ ഇവിടെ ന്യൂട്രൺ, ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്രൺ വരും. പിന്നെ ചാർജിന് കൊണ്ട് കുളമ്പ് ഇൻറ്റു കുളമ്പ് സ്ക്വയറായി, കുളമ്പ് സ്ക്വയർ. പിന്നെ ഈ ഫോഴ്സ് ഇങ്ങോട്ട് വരും, ഫോഴ്സ് ഇവിടെ വന്നാൽ ഇവിടെ ന്യൂട്രൺ വരും. പിന്നെ ആർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസാണ്, ഡിസ്റ്റൻസ് പറയുമ്പോൾ മീറ്റർ സ്ക്വയറും ഉണ്ട്. അപ്പോൾ ഇവിടെ യൂണിറ്റ് കുളമ്പ് സ്ക്വയർ. ഓക്കെ, കുളമ്പ് സ്ക്വയർ പെർ, ഇവിടെ ന്യൂട്ടൺ ഫോഴ്സ് വരും, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഈ അപ്സിലോൺ സീറോൻ്റെ ഡയമെൻഷണൽ ഫോമുല, ഈ പെർമിറ്റിവിറ്റീൻ്റെ ഡയമെൻഷണൽ ഫോമുല എഴുതാൻ വേണ്ടി ഞാൻ യൂണിറ്റ് നോക്കിക്കോ. യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം, ഡയമെൻഷണൽ ഫോമുല പറയാം. കുളമ്പ് എന്ന് പറയുമ്പോൾ ആരാ? ചാർജല്ലേ. ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോമുല AT എന്നാണ്. ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോമുല AT. ചാർജ് ഡയമെൻഷണൽ ഫോമുല AT ആണ്. അപ്പോൾ AT സ്ക്വയർ വരും അല്ലേ? ഇനി സ്ക്വയർ ഉണ്ടല്ലോ. എ ഉദ്ദേശിക്കുന്ന ആംപിയർ. നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ പഠിച്ചില്ലേ? I = Q/T. Q = IT. കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോമുല ആംപിയർ. കറണ്ടിൻ്റെ ഡയമെൻഷണൽ യൂണിറ്റ് ആംപിയറിൻ്റെ തന്നെ ഡയമെൻഷനും എ കൊണ്ട് തന്നെ ഡിനോട്ട് ചെയ്യുക, ടൈമിൻ്റെ ടിയും. അപ്പോൾ ചാർജിൻ്റെത് AT, ഡയമെൻഷൻ AT ആണ്. അപ്പോൾ AT സ്ക്വയർ വന്ന്, പിന്നെ ന്യൂട്ടൺ എന്ന് ഉദ്ദേശിക്കുന്ന ഫോഴ്സ് അല്ലേ? ഫോഴ്സിൻ്റെത് mL/T⁻². ഫോഴ്സ്. മീറ്റർ എന്ന് പറയുമ്പോൾ ലെങ്ത് ആണ് L, അപ്പോൾ L സ്ക്വയർ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എന്തെല്ലാം വരും? m⁻⁻1 വരും. ഇവിടെ L³ ഉണ്ട് അല്ലേ? L³ നമ്മളിപ്പോൾ L⁻³ കിട്ടി. L⁻3. പിന്നെ T⁻², ഇവിടെ T സ്ക്വയർ ഉണ്ട്. T² T⁻² മുകളിൽ പോയാൽ T⁻4 ആവും. പിന്നെ A² ഉണ്ട്. ഇതാണ് ഡയമെൻഷണൽ ഫോമുല, അപ്സിലോൺ സീറോൻ്റെ ഡയമെൻഷണൽ ഫോമുല. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് നോക്കൂ. ഇതിൽ ഇവിടെ ഞാൻ ഈ എഴുതിയത് അപ്സിലോൺ സീറോൻ്റെ വാല്യൂ ആയി എഴുതിയത്. അപ്സിലോൺ സീറോൻ്റെ വാല്യൂ ആണ് ഞാൻ എഴുതിയത്. പക്ഷേ ഇവിടെ ഉള്ളത് 1/4π അപ്സിലോൺ സീറോ എന്നല്ലേ കോൺസ്റ്റൻറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1/4π അപ്സിലോൺ സീറോ എന്ത് വരും? 1/4π അപ്സിലോൺ സീറോ. അപ്പോൾ 1/4 ഇൻറ്റു 3.14 ഇൻറ്റു അപ്സിലോൺ സീറോന് ഈ വാല്യൂ കൊടുക്കുന്നു 8.85 ഇൻറ്റു 10⁻⁻12. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 9 ഇൻറ്റു 10⁻9 എന്ന് വരും. 9 ഇൻറ്റു 10⁻9. അപ്പോൾ 1/4π അപ്സിലോൺ സീറോൻ്റെ വാല്യൂ ആണ് 9 ഇൻറ്റു 10⁻9. ഇതിൻ്റെ യൂണിറ്റ് വരിക ഇവിടെ 1/അപ്സിലോൺ സീറോ വരുന്നതുകൊണ്ട് 1/അപ്സിലോൺ സീറോ. അപ്പോൾ അപ്സിലോൺ സീറോൻ്റെ റെസിപ്രോക്കൽ അല്ലേ? 1/അപ്സിലോൺ സീറോ അല്ലേ വരുന്നത്? അപ്പോൾ യൂണിറ്റ് നേരെ റിവേഴ്സ് ആവും. ഇത് അപ്സിലോൺ സീറോൻ്റെ യൂണിറ്റാണിത്. പക്ഷേ ഇവിടെ 1/അപ്സിലോൺ സീറോ ആണ് വരുന്നത്. അപ്പോൾ നേരെ യൂണിറ്റ് റെസിപ്രോക്കൽ ആവും. അപ്പോൾ കുളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ എന്നുള്ളത് നേരെ തിരിച്ചു വരും. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ എന്ന് വരും.
ഓക്കെ, ഇനി ഇതിൽ പിന്നെ അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താവും? ഫോഴ്സ് 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹. ഇത് 9 × 10⁻⁹. 9 × 10⁻⁹ Q1 Q2/r² ആയി. ഓക്കെ, ഇതിൽ അപ്പോൾ ഇതാണ് രണ്ട് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്. കുളംബ്സ് ലോ പ്രകാരം ഇക്വേഷൻ ഇങ്ങനെയാണ് റൈസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ 1/4πε0 എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കിട്ടിയത്? ഇത് SI യൂണിറ്റ് അല്ലേ? അപ്പോൾ SI യൂണിറ്റിലുള്ള വാല്യൂ ആണ് ഇത് 9 × 10⁻⁹. 1/4πε0ൻ്റെ SI യൂണിറ്റിലുള്ള വാല്യൂ ആണ് 9 × 10⁻⁹. ഇതേ വാല്യൂ നിങ്ങൾ CGS യൂണിറ്റിൽ കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചോ. CGS യൂണിറ്റിൽ കണ്ടുപിടിക്കുമ്പോൾ ഞാനിങ്ങനെ 9 × 10⁻⁹ ന്യൂട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് 1 ന്യൂട്ടൺ അല്ലേ? 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ അതിന് CGS യൂണിറ്റ് ന്യൂട്ടന് തുല്യമായ, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ? ഫോഴ്സിൻ്റെ യൂണിറ്റ് അതിന് തുല്യമായ CGS യൂണിറ്റ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്? ഡൈന് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു. 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 10⁵5 ഡൈനാണ്. 10⁵5 ഡൈനാണ് 1 ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 10⁵5 ഡൈൻ ഇൻറ്റു മീറ്റർ സ്ക്വയർ. അപ്പോൾ മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ, അതിൻ്റെ സ്ക്വയർ 100 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ, ഡിവൈഡ് ബൈ ഇത് കുളമ്പ് എന്ന് പറയുമ്പോൾ 1 കുളമ്പ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 1 കുളമ്പ് എന്ന് പറയുമ്പോൾ കുളമ്പിന് തുല്യമായ, കുളമ്പ് SI യൂണിറ്റാണ്, അതിന് തുല്യമായ CGS യൂണിറ്റാണ് ESU അല്ലേ? നമ്മൾ പറഞ്ഞു 1 കുളമ്പ് എന്ന് പറഞ്ഞാൽ 3 × 10⁹ ESU എന്നാണ് പറഞ്ഞത്. ഇതാണ് CGS യൂണിറ്റ്. അപ്പോൾ കുളമ്പിൻ്റെ സ്ഥാനത്ത് 1 കുളമ്പിൻ്റെ സ്ഥാനത്ത് ഇതങ്ങ് കൊടുക്കുക 3 × 10⁻⁹ ESU. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ 1/4πε0ൻ്റെ വാല്യൂ എന്താകും? ഇത് ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് ഇത് 9 ആവും. 9 × 10⁻⁸ വരും. 9 × ഇതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 10⁻⁸ വരും. ഇവിടെ അതുപോലെ ഇത് 10 സ്ക്വയറിൻ്റെ സ്ക്വയർ 10⁴ ആയി. 10⁴ഉം 10⁵5ഉം ഇപ്പോൾ 10⁹ ആയി. 10⁹ 10⁹ 10⁻18 ആയി. അപ്പം ന്യൂമറേറ്ററിൽ 10⁻18 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻18. അപ്പോൾ 10⁻18 പോയി. പിന്നെ ഇവിടെ 9 ഉണ്ട്, 9. അതുപോലെ 3 സ്ക്വയറും 9 പോയി. അപ്പോൾ എല്ലാം ക്യാൻസലാവും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ചെയ്ത് നോക്കിയാൽ മൊത്തം ക്യാൻസലാവും. അപ്പോൾ മൊത്തം ക്യാൻസലായാലും 1 വരും. 1 പിന്നെ അതിൻ്റെ യൂണിറ്റ് ചെയ്താൽ ഡൈൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ESU സ്ക്വയർ. 9 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ ESU സ്ക്വയർ അങ്ങനെ വരും യൂണിറ്റ്. ഓക്കെ, അപ്പോൾ 1/4πε0ൻ്റെ വാല്യൂ 1 ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ് ഇൻ CGS സിസ്റ്റം. CGS യൂണിറ്റ് അല്ലേ? അപ്പോൾ CGS സിസ്റ്റത്തിൽ 1/4πε0ൻ്റെ വാല്യൂ 1 ആണ്. 1/4πε0ൻ്റെ വാല്യൂ, ഇതിൻ്റെ വാല്യൂ 9 × 10⁻⁹ ആണ്. 9 × 10⁻⁹ ആണ് ഇൻ SI സിസ്റ്റം. അപ്പോൾ SI സിസ്റ്റത്തിലുള്ള വാല്യൂ ഇങ്ങനെയാണ്. CGS സിസ്റ്റത്തിൽ വാല്യൂ 1. 1/4πε0ൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് മോർ അബൌട്ട് കുളംബ്സ് ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുക. കുളംബ്സ് ലോ അപ്ലൈ ചെയ്യുക. ആര് തമ്മിലുള്ള ഫോഴ്സ് കാണാനാണ്? 2 പോയിൻ്റ് ചാർജ് തമ്മിലുള്ള, പറഞ്ഞ കാര്യം തന്നെയാണ്, പോയിൻ്റ് ചാർജ് തമ്മിലുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇറ്റ് ഹോൾഡ്സ് ഗുഡ് ഫോർ പോയിൻ്റ് ചാർജസ്. അപ്പോൾ അപ്ലൈ ചെയ്യുക ഫോർ പോയിൻ്റ് ചാർജസിനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² അല്ലേ? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ അല്ലേ? അതുകൊണ്ട് ഇത് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ. ഇതിനെ മാത്രം അല്ലേ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് വിളിക്കുന്നത്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ.
ഫോഴ്സ് ഒബേ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻസ് ഓൺ ദ മീഡിയം അല്ലേ, ഡിപ്പെൻസ് ഓൺ മീഡിയം. ഇവിടെയുള്ള മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലേ, ഇവിടെ വെച്ചിരിക്കുന്ന ഈ മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ഈ ഫോഴ്സ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ, ഇത് ന്യൂട്ടൺസ് തേർഡ് ലോ ഒബേ ചെയ്യും. ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഒബേ എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് Q2നെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതുപോലെ Q1നെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ഫോഴ്സ് ഇപ്പോൾ ആക്ഷൻ ആണെങ്കിൽ ഈ ഫോഴ്സ് റിയാക്ഷനും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ, ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിരിക്കും. പിന്നെ ആക്ഷൻ ഈസ് ഓൺ Q2, റിയാക്ഷൻ ഈസ് ഓൺ Q1. അപ്പോൾ ആക്ഷൻ ഈസ് ഓൺ വൺ ബോഡി, റിയാക്ഷൻ ഈസ് ഓൺ അനദർ ബോഡി ആ രൂപത്തിൽ. പിന്നെ രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. അപ്പോൾ ഒരു ഫോഴ്സിനെ നമുക്ക് ആക്ഷനായിട്ടും മറ്റേതിനെ റിയാക്ഷനായിട്ടും പറയാം. അതുകൊണ്ട് ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. അപ്പോൾ ഇറ്റ് ഒബേ ന്യൂട്ടൺസ് തേർഡ് ലോ. ഇനി പറയാനുള്ളത് കുളംബ്സ് ലോനെ പറ്റി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു പോയിൻ്റ് ചാർജ് +4 കുളമ്പാണെന്ന് വിചാരിക്കും, മറ്റേത് -6 കുളമ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എഴുതുന്നു. ഫ്രീ സ്പേസിലാണെന്ന് വിചാരിച്ചോ, ഇവരുള്ളത് വാക്വത്തിലാണ്, ഫ്രീ സ്പേസിലാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് എഴുതുമ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0. 1/4πε0 എന്ന് പറഞ്ഞാൽ 9 × 10⁻⁹. SI സിസ്റ്റത്തിൽ 9 × 10⁻⁹ അല്ലേ. പിന്നെ 1/4πε0 Q1 Q2. Q1 എത്രയാ 4, Q1 × Q2 -6 അല്ലേ. അതാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ -6 കൊടുക്കണമെന്നില്ല, 6 കൊടുത്താൽ അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ r², r എന്താണോ, r ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് ചോദിച്ചാൽ അപ്പോൾ 1 മീറ്റർ സ്ക്വയർ, 1² അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഫോഴ്സ് 24 × 9 എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സംഖ്യ കിട്ടി, × 10⁻⁹ വരും ന്യൂട്ടൺ. ഇതാണ് ഫോഴ്സ് എന്ന് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഇവിടെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ലേ, എത്രയാണോ അതിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കിട്ടിയത്. ഇതാണ് കുളംബ്സ് ലോ ഇൻ സ്കേലാർ ഫോം. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നിങ്ങൾ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ, സ്കേലാർ ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സ്കേലാർ ഫോമിൽ എഴുതുക എന്ന് വെച്ചാൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണൂ, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം സ്കേലാർ. അപ്പോൾ കുളംബ്സ് ലോ നിങ്ങൾ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ വെൻ കുളംബ്സ് ലോ ഈസ് റൈറ്റിംഗ് ഇൻ സ്കേലാർ ഫോമിൽ എഴുതുക എന്ന് വെച്ചാൽ ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡേ നമുക്ക് വേണ്ടു, ഡയറക്ഷൻ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ ഈ ചാർജ് പ്ലസ്സോ മൈനസോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 4 ആണെങ്കിൽ 4, 6 -6 ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 6 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വെൻ we are writing Coulomb's law in scalar form, that means we want to find the magnitude of ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കാണുന്നതെങ്കിൽ ഈ സൈൻ ഒരു വിഷയമല്ല. നിങ്ങൾ എന്താണെങ്കിലും -6 ആണെങ്കിൽ ഇത് രണ്ടും മൈനസ് ആണെങ്കിലും നിങ്ങൾ അത് മൈനസ് ഒഴിവാക്കിയിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കിട്ടും. അപ്പോൾ സ്കേലാർ ഫോമിൽ കിട്ടും. അപ്പോൾ നമുക്ക് മിക്കവാറും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്കേലാർ ഫോമിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമായിരിക്കും അധികം വേണ്ടി വരിക കാൽക്കുലേറ്റ് ചെയ്യുക. ആ സമയത്ത് ഞാൻ പറയുന്നത് ഈ സൈൻ എടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി അഥവാ നിങ്ങൾ സൈൻ എടുത്ത് ചെയ്തു എന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ ഇത് -6 ആണ്, അപ്പോൾ നിങ്ങൾ -6 കൊടുത്തു, 4 × -. അപ്പോൾ നിങ്ങളല്ല ഇവിടെ -6 ആയതുകൊണ്ട് ആൻസർ നെഗറ്റീവ് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ നെഗറ്റീവ് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഫോഴ്സ് ഉള്ളത് വെക്റ്റർ ഫോമിലാണ്. ഈ നെഗറ്റീവിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഫോഴ്സ് നെഗറ്റീവായി. ഫോഴ്സ് നെഗറ്റീവായാലും മീനിങ് അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ അട്രാക്റ്റ് ചെയ്യല്ലേ ചെയ്യുക.
അപ്പോൾ ഫോഴ്സ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് മാത്രമാണ് ഈ നെഗറ്റീവിൻ്റെ മീനിങ്. ഈ നെഗറ്റീവിൻ്റെ മീനിങ് അതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. അപ്പോൾ ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷനെ പറ്റി ഒരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ അത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇതാണ്. അപ്പം ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ നിങ്ങൾ സൈൻ എടുക്കണ്ട. ഈ സൈനിൻ്റെ ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ സൈൻ നോക്കണ്ട. വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇപ്പോൾ സൈൻ ഇട്ട് ചെയ്താൽ അർത്ഥം ഇത് നെഗറ്റീവായാൽ അർത്ഥം ആൻസർ നെഗറ്റിവിറ്റി അർത്ഥം അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് അർത്ഥം. ഇനിയിപ്പോൾ രണ്ടും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. രണ്ടും നെഗറ്റീവ് അല്ലെ രണ്ടും പോസിറ്റീവ്. അപ്പോൾ രണ്ടും നെഗറ്റീവ്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്താവും? ഫൈനൽ ആൻസർ പോസിറ്റീവായി. ഫോഴ്സ് ആൻസർ കണ്ടുപിടിച്ചാൽ അത് പോസിറ്റീവ് ആൻസറിലാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഫോഴ്സ് പോസിറ്റീവായി. ഫോഴ്സ് പോസിറ്റീവായാൽ അർത്ഥം അത് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. ഫോഴ്സ് പോസിറ്റീവായാൽ മീനിങ് റിപ്പൽസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഈസ് റിപ്പൽസീവ്. പോസിറ്റീവ് ആയാലും റിപ്പൽഷൻ, ഫോഴ്സ് നെഗറ്റീവ് ആയാലും ദാറ്റ് മീൻസ് അട്രാക്ഷൻ. അപ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ഈ സൈൻ നോക്കണ്ട. അത് നമുക്കറിയാമല്ലോ. പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് അറിയാലോ. അപ്പോൾ നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് കാണുന്ന സമയത്ത്, ഫോഴ്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് കാണുന്ന സമയത്ത് ഈ പോയിൻ്റ് ചാർജിൻ്റെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ നേരിട്ട് സൈൻ ഒഴിവാക്കിയിട്ട് അങ്ങ് കൊടുത്ത് ചെയ്താൽ മതി. മാഗ്നിറ്റ്യൂഡ് കാണാം. അതാണ് ഞാൻ പറഞ്ഞ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ, ഫോഴ്സിനെ സ്കേലാർ ഫോമിൽ എഴുതുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കാണുകയാണെങ്കിൽ സൈനിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ഇനി വേറൊന്ന് പറയാനുള്ളത്, ഇപ്പോൾ രണ്ട് പോയിൻ്റ് ചാർജ് നമ്മൾ വെച്ചു. രണ്ട് പോയിൻ്റ് ചാർജ് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവർ തമ്മിൽ ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ട് വിചാരിച്ചു. രണ്ട് പോയിൻ്റ് ചാർജ് തമ്മിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് മൂന്നാമതൊരു ചാർജ് വന്നു, Q3 വന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ്, ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് എത്രയാണ്? 1/4πε0 1/4π Q1 Q2/r². അങ്ങനെ ഒരു ഫോഴ്സ് ഇവർ തമ്മിൽ ആദ്യമേ ഉണ്ട്. ഈ രണ്ട് ചാർജുകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് ഒരു തേർഡ് ചാർജ് വന്നു എന്ന് വിചാരിക്കും. തേർഡ് ചാർജ് വന്നെന്ന് സംഭവിക്കും, തേർഡ് ചാർജ് വന്നാൽ ഇവർ തമ്മിലൊരു ഫോഴ്സ് വരും, ഇവർ തമ്മിലൊരു ഫോഴ്സ് വരും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തേർഡ് ചാർജ് വന്നതുകൊണ്ട്, ആ തേർഡ് ചാർജ് വന്നാൽ ആ തേർഡ് ചാർജും ഫസ്റ്റ് ചാർജും തമ്മിൽ ഫോഴ്സ് വരും. അതുപോലെ തേർഡ് ചാർജും സെക്കൻഡ് ചാർജും തമ്മിൽ ഫോഴ്സ് വരും. പക്ഷേ ഈ തേർഡ് ചാർജ് വന്നതുകൊണ്ട് ഈ രണ്ട് ചാർജ് തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സ് അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതായത് ഈ തേർഡ് ചാർജിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ രണ്ട് ചാർജ് തമ്മിലുള്ള, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ആദ്യത്തെ ഫോഴ്സ് തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റ് ചാർജ് വന്നാലും ഇവർ തമ്മിലുള്ള ഫോഴ്സ് അത് തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മറ്റ് ചാർജുകളുടെ പ്രസൻസ് കാരണം ഈ ചാർജ് തമ്മിലുള്ള, ഇവർ തമ്മിലുള്ള ഫോഴ്സ് മാറുന്നില്ല. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. മറ്റ് ചാർജിൻ്റെ പ്രസൻസ് കാരണം ഇവർ തമ്മിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഫോഴ്സിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ആ ഫോഴ്സ്, ആദ്യത്തെ ഫോഴ്സ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് അതർ ചാർജസ്. ഓക്കെ, ഇത്രയും പോയിന്റ്സുകളൊക്കെ ഓർമ്മിക്കുക. ഓക്കെ.